പട്ടാളത്തിൽ പോയ ഒരു രാഘവൻ ഉണ്ടായി. അപ്പം ഇവർ ഭയങ്കര ഇഷ്ടമാണ് മണിയമ്മാവന്. പിന്നെ അപ്പച്ചനും ഒക്കെ ആയിട്ട് അയാളുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരുടെ വീട്ടിൻ്റെ അവിടെ ഇവിടുത്തെ ഒരു കിടാവ് ചെന്നപ്പം അതിൻ്റെ അപ്പുറമുള്ള വീട്ടിലെ ഒരു കൊച്ചൻ ഈ കിടാവിനെ അടിച്ചു. കിടാവ് ഉരുണ്ട് വീണപ്പം എന്തോ കിടാവ് വല്ലാതെ കരയുന്നല്ലോ, ഇവിടുത്തെ കിടാവണല്ലോ എന്നും പറഞ്ഞ് ഇവർ കിടാവിനെ നോക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പച്ചനും മണിയമ്മാവനും രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോകത്തുള്ളൂ. അപ്പം അങ്ങോട്ട് ചെന്നപ്പം ഈ രാഘവൻ എന്ന് പറഞ്ഞ ആളിൻ്റെ അച്ഛൻ വെട്ടിത്തൂങ്ങി മരിച്ചതാണ്. വെട്ടിത്തൂങ്ങി മരിച്ച ആ പ്രാവിൻ്റെ അവിടെ കൂടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ പോയപ്പം അങ്ങോട്ട് പോയപ്പോൾ പ്രാവിനെ പിടിക്കാനായിട്ട് വന്നപ്പോൾ ആരാണ്ട് ഇവരെ രണ്ടുപേരെയും കൂടെ ഉരുട്ടിയിട്ടു. ഇന്നാരാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം എന്തുവാ ഇവരെ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാഘവൻ്റെ അച്ഛനാ കെട്ടി തോന്നിച്ചത്. അപ്പോൾ അയാളെ പ്ലാവെല്ലാം കെട്ടിയിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ പ്ലാവ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ പോയി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഏതവനാടാ എൻ്റെ ക്രാവിനെ അടിച്ചത്, മണിയമ്മാനല്ലേ, ദേഷ്യത്തി ചോദിച്ചു. അപ്പം അവനിപ്പോഴും ഉണ്ട്. അപ്പം ഉടനെ എൻ്റെ മണിയമ്മാൻ ദേഷ്യപ്പെട്ടു. മണിയമ്മാൻ അവനെ തല്ലാനായിട്ട് മണിയമ്മാൻ്റെ സ്വഭാവമാണ്. ചെന്നപ്പോൾ ഒന്നല്ലോ ആരോ വന്ന് മണിയമ്മാവിനെ കുട്ടി അപ്പച്ചൻ്റെ മേത്തേക്ക് ഇട്ടു. രണ്ടുപേരും കൂടെ ഉരുണ്ടു വീണു. ആദ്യം എന്തുവാണെന്നറിയാൻ പറ്റില്ല ആർക്കും. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നാരായണചാര് രാഘവനെ തല്ലാൻ ഇവർ തന്നാന്ന് പറഞ്ഞ് ഇവരെ വിട്ടിട്ടാകും. പിന്നെന്തായി? അപ്പൊ ഈ വീണിട്ടെന്തായി? വീണിട്ട് രണ്ടുപേരും ഒരുപാട് വിപരീകരിച്ചാണ്. അത് ഉണ്ടായിരുന്ന സംഭവം. അത് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും ഇങ്ങനെയാണ് ഈ അഭിനയിക്കുന്നത്. ഒരാൾ കഴിഞ്ഞ് പിന്നെ പോട്ടത് ഈ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത് നാരായണചാരുടെ കെട്ടിത്തൂങ്ങിയ അവിടെ കൂടെ ഇങ്ങോട്ട് പോകുന്നപ്പം രാഘവനാരോ തല്ലാൻ വന്നെന്നും പറഞ്ഞ് നാരായണചാരി ഇവരെ ഉരുട്ടിയിട്ടുണ്ട്.